ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ HTML ട്യൂട്ടോറിയൽ, അതായത് നമ്മൾ HTML ട്യൂട്ടോറിയൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചാപ്റ്റർ 13 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പൊ എന്റെ ചാനലിൽ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ പ്രീവിയസ് വീഡിയോസ് വാച്ച് ചെയ്യുക. ഇഫ് യു ആർ എ ബിഗിനർ, ഓക്കെ, വാച്ച് ചെയ്തതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ. അതായത് നിങ്ങൾക്ക് കുറച്ച് ബിഗിനർ ഒക്കെ ആണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മുടെ ചാനലിലൂടെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ആൻഡ് വൺ തിങ്, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ സജഷൻസും അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ലീവ് ചെയ്യുക. ഞാൻ അതിനുള്ള റിപ്ലൈസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. HTML ട്യൂട്ടോറിയലിന്റെ ചാപ്റ്റർ 13 നമ്മൾ ഇന്ന് കുറച്ച് ടോപ്പിക്സ് മാത്രമേ നോക്കുന്നുള്ളൂ, ചെറിയൊരു സെക്ഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ ഫ്രെയിം ആണ്. ഐ ഫ്രെയിം എന്താണ്? ഐ ഫ്രെയിം എന്ന് നോക്കാം. സോ അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, നമ്മളുടെ കറന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് ഡോക്യുമെന്റിൽ മറ്റൊരു HTML ഡോക്യുമെന്റിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഐ ഫ്രെയിം എന്ന് പറയുന്ന ടാഗ് അല്ലെങ്കിൽ എലമെന്റ് യൂസ് ചെയ്ത് നമുക്ക് പോസിബിൾ ആക്കാവുന്നതാണ്. അതായത് നമുക്കതിന്റെ എക്സാമ്പിൾ കണ്ടിട്ട് ഒന്നുകൂടി ഡെഫിനിഷൻ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഇവിടെ ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞിട്ട് രണ്ട് ടാബ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ടിലും ഫസ്റ്റും സെക്കൻഡും രണ്ട് ടാബ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റിൽ ഞാനിവിടെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതിന്റെ ഒരു ഡിവ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ദെൻ ഒരു H1 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റിസൾട്ട് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ HTML ഡോക്യുമെന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ HTML ട്യൂട്ടോറിയൽ, അതായത് സെക്കൻഡ് എടുക്കുകയാണ്. സെക്കൻഡ് ആണ് ഈ ടൈറ്റിൽ നോക്കി അറിയാം, HTML ട്യൂട്ടോറിയൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സെക്കൻഡ് എന്ന് പറയുന്നതിനകത്ത്, സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള HTML ഡോക്യുമെന്റിനകത്ത് മറ്റൊരു HTML ഡോക്യുമെന്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കറന്റ് ഡോക്യുമെന്റിൽ മറ്റൊരു HTML ഡോക്യുമെന്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് ആണ് ഐ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഫ്രെയിം എന്ന് പറയുമ്പോൾ ആ ഒരു എന്താണ്, ഇങ്ങനെ ടാഗ് ഓപ്പൺ ചെയ്ത് ഐ ഫ്രെയിം എന്ന് കൊടുക്കുക. ദെൻ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ദെൻ അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് കൊടുത്തേക്കുവാണ്. അതിനുശേഷം നമുക്ക് ഈ ഐ ഫ്രെയിമില് ഫസ്റ്റ് ഓപ്പണിംഗ് ടാഗിൽ വന്നതിന് ശേഷം അതിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇമേജ് ടാഗിന് വേണ്ടിയിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. സോഴ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ടാഗിന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, SRC എന്ന് പറയുന്നത്. അതേ സെയിം ആട്രിബ്യൂട്ട് തന്നെയാണ് നമ്മൾ ഐ ഫ്രെയിമിനും യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ സോഴ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇവിടെയും സോഴ്സ് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായതുകൊണ്ട് ഐ ഫ്രെയിമിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് SRC എന്ന് പറയുന്നത്. സോ SRC ഈക്വൽ ടു അതിന്റെ സോഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ ഏത് ഡോക്യുമെന്റ് ആണോ നമുക്ക് നമ്മളുടെ പേജിൽ, കറന്റ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ഡോക്യുമെന്റിന്റെ സോഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ പാത്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എവിടാണോ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്ന എന്താണ് പേജ് ഇരിക്കുന്നത്, അതിന്റെ പാത്ത്. സോ ഞാനിവിടെ ഫസ്റ്റ് നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാല് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതേ ഫോൾഡറിലാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ. സോ അതിൽ നമുക്ക് ഫസ്റ്റ് ഡോട്ട് HTML എന്ന് പറഞ്ഞിട്ട് അതിന്റെ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് ഇത് വേറൊരു ഫോൾഡറിലാണെങ്കിലോ, അപ്പം ഇൻ കേസ് ഇതൊരു എന്താ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറിലാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. സോ ന്യൂ ദെൻ സ്ലാഷ്, ഒരു ഫോർവേഡ് സ്ലാഷ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഡോക്യുമെന്റ് നെയിം കൊടുക്കുക. ഇത് ന്യൂ എന്ന് പറഞ്ഞ് കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടായത് നമ്മുടെ കറണ്ട് ഫോൾഡറിന്റെ അകത്തുള്ള ഒരു ഫോൾഡർ ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂ എന്ന് പറയുന്നത്. ഫോൾഡർ ഒന്നും ഇല്ല, അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇതിന് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഡോട്ട് HTML എന്ന് കൊടുക്കുക. ഡോട്ട് HTML അതിന്റെ എക്സ്റ്റൻഷൻ ആണ്, എക്സ്റ്റൻഷൻ കൂടി പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളുടെ പേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ ഒരു വെബ് പേജിന്റെ അകത്ത് മറ്റൊരു വെബ് പേജിന് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് അതേപോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഐ ഫ്രെയിമിന് ഡീഫോൾട്ട് ആയിട്ട് ഒരു ബോർഡർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഈ ബോർഡർ നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബോർഡർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ ബോർഡർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നണ്ണാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ,
ഒന്നും വേണ്ട നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കാണ്. സോ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബോർഡർ നേരത്തെ ഉള്ള ബോർഡർ കണ്ടായിരുന്നല്ലോ, ഞാൻ ഇതൊന്നും കൂടെ ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. Ctrl+S കൊടുത്ത് റിഫ്രഷ് അടിച്ചപ്പോഴത്തേക്ക് ഒരു ബോർഡർ ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? ഇനി അതിന് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ബോർഡർ നണ്ണാക്കി കൊടുത്തു. അതിനുശേഷം നോക്കിയാൽ ഇവിടുത്തെ ബോർഡർ നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇതിന്റെ വിത്തും എന്താണ് ഹൈറ്റും ഒക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐ ഫ്രെയിമിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്നുള്ള ടാഗ് എലമെന്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് CSS പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ബോർഡർ പറഞ്ഞു കൊടുത്തു. ഞാനൊരു വിട്ടും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. വിട്ട് ഒരു 500 പിക്സൽ വിത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഹൈറ്റും ഒരു 500 പിക്സൽ ഹൈറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിന് സേവ് ചെയ്ത് ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിന്റെ വിത്തും എന്താണ് ഇതും ഇതായി കാണുന്നത് കാണാൻ പറ്റും. നമ്മൾ അത്രയും വിത്ത് കൊണ്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അത്രയും വിത്തിലോട്ട് നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റ് മാറി. സോ ഇതാണ് ഐ ഫ്രെയിം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഐ ഫ്രെയിമിന് പല രീതിയിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. ഇനി അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഒരു ബേസിക്കലി നമ്മൾ ഒരു ബ്രൗസറിൽ വന്നിട്ട് ഒരു വെബ് പേജ് എടുക്കുകയാണെങ്കിൽ ആ വെബ് പേജിന് 3 ഡിഫറെന്റ് സെക്ഷൻസ് ആയിരിക്കും ഉള്ളത്. അതായത് ആ ഒരു വെബ് പേജിന് ഒരു ഹെഡർ കാണും. ഒരു വെബ്സൈറ്റിലോട്ട് കയറുവാണെങ്കിൽ ആ വെബ്സൈറ്റിന് അല്ലെങ്കിൽ ആ വെബ് പേജിന് ഒരു ഹെഡർ കാണാം. അതായത് ഒരു ടാഗ് ലൈൻ, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ വരുന്ന ഒരു ഹെഡിങ്, ഇതാണ് ഹെഡർ എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് കാണുമായിരിക്കും. അതിനുശേഷം അതിൽ കുറച്ച് നൗബാർ സെക്ഷൻസ് ഒക്കെ കാണാം. നൗബാർ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ അറിയായിരിക്കും. നമ്മൾക്ക് എന്താണ് ഓരോ പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നൗബാർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അതിന്റെ അകത്ത് നമ്മളുടെ കണ്ടന്റ് വരും. ഓക്കെ, അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഫൂട്ടർ വരും. സോ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വെബ്സൈറ്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു HTML ലേഔട്ട്. സോ HTML ലേഔട്ടിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഒരു ഹെഡർ കാണും, പിന്നെ അതിനുശേഷം ഒരു നാവിഗേഷൻ ബാർ, ഇവിടെ ഒരു നാവിഗേഷൻ ബാർ, അതായത് നമ്മളുടെ മെനു ബാർ, ഇന്ന കാര്യങ്ങൾക്കുള്ള മെനു കൊടുക്കും. ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് മറ്റു പേജുകളിലോട്ട് അത് റീഡയറക്റ്റ് ആവുന്നതും നാവിഗേറ്റ് ആവുന്നതും. ഓക്കെ, പിന്നെ നമ്മളുടെ മെയിൻ കണ്ടന്റ്, ഈ ഒരു കണ്ടന്റിനകത്തായിരിക്കും ആ ഒരു വെബ് പേജ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സുകൾ വരുന്നത്. അതിനുശേഷം ഫൂട്ടർ സെക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊരു റിയൽ വെബ് പേജിന്റെ ഒരു വെബ്സൈറ്റിന്റെ റിസൾട്ട് കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, അജിയോയുടെ ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡർ സെക്ഷൻ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഹെഡർ സെക്ഷൻ. അതിൽ ഒരു ഹെഡിങ് ഒക്കെ വന്നിട്ടുണ്ട്, അതിന്റെ ഒരു ലോഗോ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ മെനൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ നൗബാർ എന്ന് പറയുന്നത്. ഇതൊരു നൗബാർ ആയിട്ട് നമുക്ക് ഒരു ഹെഡർ സെക്ഷൻ അലൈൻ ചെയ്യാം. പിന്നെ ഇവിടെ വരുന്നതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ്സുകൾ. ഓക്കെ, ഈ ഓരോ മെയിൻ കണ്ടന്റുകൾ, ഈ കണ്ടന്റ്സിനെ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു മെയിൻ കണ്ടന്റ് എന്ന് വരുമ്പോൾ ഇതൊരു ഫസ്റ്റ് സെക്ഷൻ ആൻഡ് ഇതൊരു സെക്കൻഡ് സെക്ഷൻ ആൻഡ് തേർഡ് സെക്ഷൻ, അങ്ങനെ സെക്ഷൻസ് ആയിട്ടായിരിക്കും ഓരോ കണ്ടന്റ്സും വരുന്നത്. ആൻഡ് അതിന്റെ ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൂട്ടർ സെക്ഷൻ കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു ഫൂട്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ആ ഫൂട്ടറിൽ നമ്മളുടെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിലിങ്സും കാര്യങ്ങളും അഡ്രസ്സും അതും ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ കോഡിലോട്ട് പോവാം. അപ്പോൾ ഒരു HTML ലേഔട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ കുറച്ച് ടാഗുകൾ ആവശ്യമാണ്. സോ ആ ടാഗുകൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചറിന്റെ റെഫറൻസോട് കൂടിയിട്ട് നമുക്ക് നമ്മളുടെ ഒരു HTML ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റാണ്. അതിനുശേഷം ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു മെയിൻ ഡിവ് ആണ്. ഓക്കെ, ആ ഡിവ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഡിവ് ഒന്ന് ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ, ഈ ഡിവിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഡിവിന്റെ അകത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്കൊരു ഹെഡർ വേണം. സോ ആ ഹെഡർ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ്, ഹെഡർ എന്ന് തന്നെയാണ് ആ ടാഗിന്റെ പേര്. സോ ഹെഡർ എന്ന് നമുക്ക് ഹെഡർ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഓപ്പൺ ചെയ്യാം.
എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കാം. പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഹെഡർ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു നാവിഗേഷൻ ബാർ അവിടെ നിൽക്കട്ടെ. നാവിഗേഷൻ ബാർ ഒക്കെ നമുക്ക് പിന്നെ ഒരു പ്രോജക്റ്റ് ആയിട്ടൊക്കെ ചെയ്യും. പക്ഷെ അത് CSSന്റെ ഹെൽപ്പ് വേണം. CSS നമ്മൾ HTML എന്തിനാണ് ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലും ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അതിന് ഭംഗിയാക്കി നമ്മളെ രീതിയിൽ അലൈൻ ചെയ്ത് പ്രോപ്പർ ആക്കണമെങ്കിൽ അതിന് CSSന്റെ ബൂട്ട്സ്ട്രാപ്പിന്റെ ഒക്കെ സഹായം വേണ്ടി വരും. സോ അത് നമ്മൾ നമ്മളുടെ ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം നമ്മളുടെ ചാപ്റ്ററിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ കൂടും. അതുകൊണ്ടാണ്. ഓക്കെ, ഒരു ഹെഡർ കഴിഞ്ഞു. ആ ഹെഡർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളുടെ മെയിൻ കണ്ടന്റിനകത്തോട്ട് പോകാം. അതായത് അതിന് നമ്മൾക്ക് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡിവ് ടാഗ് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാനിപ്പോൾ ഒരു സെക്ഷൻ ടാഗ് യൂസ് ചെയ്യുകയാണ്. ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന പോലെ ഒരു സെക്ഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്തു. ഇതേപോലെ വേറൊരു സെക്ഷൻ, 2 സെക്ഷൻസ് ആണ് നമ്മളുടെ ഈ ഒരു പേജിലുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷന്റെ അകത്ത് നമുക്ക് എന്ത് വേണം? കുറച്ച് സംഭവങ്ങൾ, ഒരു ഓരോരോ ഈ സെക്ഷന്റെ അകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ പല പല ഡിവുകളും ഒന്നിൽ കൂടുതൽ ഡിവുകൾ വരാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വെബ് പേജിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു സംഭവങ്ങൾ കൊടുക്കുന്നു. ആൻഡ് ഇവിടെയും ജസ്റ്റ് ഇപ്പോൾ ഒരു പാരഗ്രാഫ് ഒക്കെ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഡിഫൊക്കെ ക്രിയേറ്റ് ചെയ്ത് വലിയ വലിയ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ആ ഒരു സെക്ഷനും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൂട്ടർ ഓപ്പൺ ചെയ്യാം. സോ ഫൂട്ടറിന്റെ അകത്ത് പേജിന്റെ എന്താണ് താഴത്തെ ഫൂട്ടർ സെക്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടല്ലോ. ഓക്കെ, ഫൂട്ടർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് നമ്മളുടെ പേജ് നമുക്ക് എടുക്കാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഇത് ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ടതേ ഉള്ളൂ. അപ്പൊ ഇതിന് നമുക്ക് സ്റ്റൈൽ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഹെഡ് എന്താണ് എലമെന്റ്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ തന്നെയൊക്കെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് സ്റ്റൈലിംഗ് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് ബേസിക് സ്റ്റൈലിങ്ങും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇതിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു സ്റ്റൈൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കാണിച്ചു തരാം. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം. ഞാനിവിടെ ടൈറ്റിൽ എന്ന് പറയുന്നതിന് ഒരു ഹെഡിങ് കൊടുത്തായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മൾ സ്റ്റൈലിംഗ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആക്കി? ഇങ്ങനെ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലിംഗ് കൊടുത്തുള്ളൂ. ഹെഡറിനെ വിളിച്ചു, ഒരു ഹൈറ്റ് പറഞ്ഞു കൊടുത്തു, ദെൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുത്തു, അതേപോലെ ഒരു ബോർഡർ കൊടുത്തു, ദെൻ എന്താണ് H1 ടെക്സ്റ്റ് അല്ലെങ്കിൽ സെന്റർ വെച്ചു, ദെൻ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് സെക്ഷനെ വിളിച്ചു, അതിന് ബോർഡേഴ്സ് കൊടുത്തു, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൊടുത്തു, ദെൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ സെന്റർ വിളിച്ചു, അതേപോലെ ഹൈറ്റ് 200 പിക്സൽ കൊടുത്തു, വിത്ത് 50% കൊടുത്തു, സെറ്റ് ചെയ്തു. ഇവിടെ ഡോട്ട് സെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സും ID ആട്രിബ്യൂട്ട് പഠിച്ചപ്പോൾ നമ്മൾ ഈ ഡോട്ട് സെക്ഷനെ കുറിച്ചിട്ട് പഠിച്ചായിരുന്നു. സോ ഈ ഡോട്ട് എന്താണ്? ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ. സോ അത് കണ്ടില്ലെങ്കിൽ പ്രീവിയസ് ചാപ്റ്റർ നോക്കാം കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡോട്ട് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മുടെ 2 സെക്ഷനെ ഞാൻ ഒരു ഡിവിന്റെ അകത്ത് സെറ്റ് ചെയ്തതിനു ശേഷം ആ ഡിവിന്റെ ഡിസ്പ്ലേ ഫ്ലെക്സ് വെച്ചു. ഫ്ലെക്സ് വെച്ചിട്ട് അതിനെ എന്താണ് ലെഫ്റ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്ത് വന്നു. ഫ്ലെക്സ് എന്താന്ന്, ഫ്ലെക്സ് ബോക്സ് എന്താന്നൊക്കെ CSS പഠിക്കുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ. സോ CSS പഠിച്ചതിന് ശേഷം ഈ സ്റ്റൈലിങ്ങിലോട്ടൊക്കെ വരും കേട്ടോ. ദെൻ ഫൂട്ടറിനും ജസ്റ്റ് ഒരു സ്റ്റൈലിങ് പറഞ്ഞു. അത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്ട്രക്ചർ, അതായത് ഏകദേശം സ്ട്രക്ചറിന്റെ കേസ് ഞാൻ കൂടുതൽ CSSലോട്ടും കാര്യങ്ങളിലോട്ടും പോകാത്ത കാര്യം നമ്മൾ HTML മാത്രമാണ് നോക്കുന്നത്. സോ നമ്മളുടെ ടോപ്പിക് എന്താണ്? HTML ട്യൂട്ടോറിയൽ ആണ്. സോ HTML നോക്കുമ്പോൾ നമുക്ക് CSSും എല്ലാം കൂടെ വലിച്ചടിക്കണ്ടല്ലോ. സോ CSS ഒക്കെ പഠിക്കുക. ദെൻ നമുക്ക് അത് വെച്ചിട്ട് നല്ലൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അത് ഞാൻ വേണമെങ്കിൽ ഒരു ഏറ്റവും ലാസ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കാം. ഓക്കെ, CSS ഒക്കെ വെച്ചിട്ട് CSSും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്ന് ഇത്രയാണ് നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് എപ്പോഴും ഒരു ഓക്കെ, സോ ഒന്നുമില്ല. സോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെന്താ, ഇതൊക്കെ തന്നെ. ടേക്ക് കെയർ, ബൈ.